സംസ്ഥാനത്ത് ആരംഭിച്ച പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയെന്നും പ്രൈവറ്റ് ബസ്സുകളെ സ്ഥിരമായി ആശ്രയിച്ചിരുന്ന വനിതാ യാത്രക്കാർ നിലവിൽ പ്രൈവറ്റ് ബസ് സർവീസുകളെ കൈവിട്ടു എന്നും സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച 50% ഇളവ് വേണ്ട വിധത്തിൽ പര്യാപ്തമല്ലെന്നും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ST ഉൾപ്പെടെ വർദ്ധിപ്പിച്ചാൽ മാത്രമേ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പ്രിയദർശിനി പദ്ധതി വന്ന ശേഷം സ്വകാര്യ ബസ്സുകളിലെ ഡെയിലി കളക്ഷൻ പകുതിയായി കുറഞ്ഞെന്നും വ്യവസായവുമായി മുന്നോട്ടു പോകാൻ വലിയ പ്രയാസമാണെന്നും ഈ സ്ഥിതി തുടർന്നാൽ പല റൂട്ടുകളിലും ബസ് സർവീസ് നിർത്തേണ്ട സാഹചര്യമുണ്ടാകുമെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ കൽപ്പറ്റയിൽ പറഞ്ഞു. ഇന്ന് ബഡ്ജറ്റ് അവതരിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷകളുണ്ടായിരുന്നു, ബസ്സുകാർക്ക് സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്നു. ഇത് 50% ടാക്സ് കുറയ്ക്കാന്ന് വെച്ചാൽ ഡെയിലി 130 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഈ 3 മാസമായിട്ട് ഡീസലിന്റെ മുകളിൽ തന്നെ 8 രൂപയോളം വർധന വന്നിട്ടുണ്ട്. നമുക്കത് പിടിച്ചിരിക്കാൻ കഴിയാത്തത് ബസ് മുന്നോട്ട് പോകുന്നത്. പിന്നെ 15 തുടങ്ങിയ പ്രിയദർശിനി സർവീസ് വയനാട്ടിനെ സംബന്ധിച്ചോളം കണ്ടമാനം പ്രൈവറ്റ് റൂട്ട് KSRTC ഓടുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ റൂട്ടിലും നമ്മുടെ മുന്നിലും ബാക്ക് മാൻഡ റൂട്ടിലൊക്കെ 14 രൂപ കർശനമുള്ള വണ്ടിക്ക് 7 രൂപ കർശനമുള്ളത്. ഏകദേശം 5000 രൂപേന്റെ കർശനം കുറവുണ്ട്. നമുക്കിത് പിടിച്ചെടുക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ മാസം ഒപ്പിച്ച് പോകാന്നല്ലാണ്ട് ഈ സർവീസ് മുന്നോട്ട് പോകാൻ കഴിയുന്ന രക്ഷയില്ല. മുഖ്യമന്ത്രി സ്വകാര്യ ബസ്സുകളെ പരിഗണിക്കുമെന്ന് ജൂൺ 15-ാം തീയതി പ്രിയദർശിനി സർവീസ് തുടങ്ങിയപ്പോൾ അവകാശപ്പെട്ടിരുന്നു. പക്ഷെ ബഡ്ജറ്റ് വന്ന സമയത്ത് ആകെ 50% കിഴിവ് മാത്രമേ കിട്ടിയുള്ളൂ. നിലവില് ദിവസം നമ്മൾ നിത്യ വരുമാനത്തില് 4000 മുതൽ 5000 വരെ നിത്യ വരുമാനത്തിൽ കുറവ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കിട്ടിയ 25,000 രൂപേന്റെ 50% ആകെ 12,000 രൂപയുള്ളൂ. അത് ത്രൈമാസ നികുതിയാണ്. ഒരു ദിവസത്തേക്ക് 130 രൂപയുള്ളൂ. 130 ഈ 5000 പോകുമ്പോൾ ഒരു ദിവസം 130 രൂപ കിട്ടിയാൽ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുക? പ്രസ്ഥാനം പിടിച്ചു നിർത്താൻ പറ്റുന്ന സാഹചര്യം കൊണ്ടുവന്ന സാഹചര്യത്തിലുള്ളത് നിലവിൽ. പിന്നീടുള്ള കാര്യം പറയാനുള്ളത്, ഡീസലിന് 10 രൂപ കൂടി. ആ പൈസയുടെ കൂടുമ്പോൾ ഏതാണ്ട് 5000 to 6000 രൂപ വരെ അത് കൂട്ടുമ്പോൾ അത്രയും ചെലവ് കൂടുതൽ വരികയാണ് നമുക്ക്. പിന്നെയുള്ളത് ബസ് ചാർജ് വർധനമാണ്. ബസ് ചാർജ് വർദ്ധിക്കാതെ നമുക്ക് ഈ പ്രശ്നം പിടിച്ചെടുക്കാൻ പറ്റില്ല. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് 5 കൊല്ലമായി. അതിൽ തന്നെ പറയുന്നത് അന്ന് 5 കൊല്ലം മുന്നേ പറഞ്ഞാണ് വിദ്യാർത്ഥികളുടെ ചാർജ് 50% വർദ്ധിപ്പിക്കണമെന്ന്. ഇപ്പൊ നിലവിൽ കയറുന്ന കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമുള്ളത് ആ ചാർജ് 50% വർദ്ധിപ്പിക്കാതെ, ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കാതെയും നിലവിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിലവിൽ ഓടുന്ന റൂട്ടിൽ തന്നെ വണ്ടികൾ പകുതിയായി ഓടാമെന്നാണ് ഇപ്പോൾ ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കണ്ടീഷനാണ് പോകുന്നെങ്കിൽ 1-ാം തീയതി ആയിട്ടോ അല്ലെങ്കിൽ അടുത്ത മാസം കൊണ്ട് ഈ പ്രസ്ഥാനം തന്നെ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്.